Hi friends, I am M.A. Rashid, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എന്താണ് മാനസികാരോഗ്യം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ മാസം ഈ വരുന്ന 10-ാം തീയതി വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിച്ചു വരികയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും മാനസികമായ ആരോഗ്യം എങ്ങനെ നിലനിർത്താം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അങ്ങനെ മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആരെയൊക്കെ സമീപിക്കേണ്ടത്, അത് എങ്ങനെ മാനേജ് ചെയ്യാൻ സ്വയം സാധിച്ചില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും കൗൺസിലേഴ്സിനെയൊക്കെ കണ്ട് അത് ഏത് രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് മാനസികാരോഗ്യം എന്നുള്ളത്. നമുക്കറിയാം, മാനസികാരോഗ്യമില്ലാത്ത ഒരാൾക്ക് ശാരീരികമായ ശക്തിയുണ്ട്, പവറുണ്ട്, പക്ഷേ പല കാര്യത്തിലും അവർക്ക് സീറോ ആയിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് മാനസികാരോഗ്യം എന്നത്? ഒരു വ്യക്തിയുടെ വൈകാരികവും സാമൂഹികവും എല്ലാമായ ക്ഷേമമുള്ള അവസ്ഥയാണ് മാനസികാരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തികളുടെ ചിന്തയെ, കൊഗ്നിറ്റീവ് തോട്ട്സിനെ, അതുപോലെ തന്നെ ഇമോഷൻസിനെ, അവരുടെ വൈകാരികമായ അവസ്ഥകളെ, അവരുടെ ബിഹേവിയേഴ്സ്, പെരുമാറ്റം, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ, പിന്നീട് മറ്റുള്ളവരുമായുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇടപഴകൽ, ആ ബന്ധങ്ങളിലുള്ള, അതുപോലെ തന്നെ മറ്റു ആളുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ്, അതുപോലെ ചലഞ്ചിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതകളായി നമുക്ക് കാണാൻ സാധിക്കും. മാനസികാരോഗ്യം ഇല്ലാത്ത വ്യക്തി എന്നോട് ഉദ്ദേശിക്കുന്നത്, മാനസിക ആരോഗ്യം ഉള്ള വ്യക്തി ഉദ്ദേശിക്കുന്നത് മാനസികമായ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളതല്ല. മാനസികമായ ആരോഗ്യം എന്നത് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തയെ, ഇമോഷൻസിനെ, ആക്ഷൻസിനെ, ബിഹേവിയേഴ്സിനെ, റിലേഷൻഷിപ്പിനെ, അതുപോലെ തന്നെ ചലഞ്ചസ്, റെസിലിയൻസ് എന്നീ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ നല്ല മാനസികാവസ്ഥ, അതായത് നല്ല മെൻ്റൽ ഹെൽത്തുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ, എന്ത് സമ്മർദ്ദങ്ങളെയും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. മറ്റൊന്ന്, സൗണ്ട് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്, കൃത്യമായ തീരുമാനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചിന്തിച്ച് വൈകാരികതയ്ക്ക് അടിമപ്പെടാതെ അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. വ്യക്തികളുമായിട്ടും സമൂഹവുമായിട്ടും ഒക്കെയുള്ള, അദ്ദേഹം ഏത് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നു അവിടേക്കുള്ള ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നീട് കോൺട്രിബ്യൂട്ട് ടു കമ്മ്യൂണിറ്റി, സമൂഹത്തിന് നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികൾക്ക് സമൂഹത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് റിലാക്സേഷൻ കൊടുക്കാനും അവിടെ പ്രശ്നങ്ങളിൽ വേണ്ട സഹായങ്ങൾ മാനസികമായോ സാമ്പത്തികമായോ ഏത് രീതിയിലോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ ആ വ്യക്തിക്ക് സ്വന്തം സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കും. പൊട്ടൻഷ്യൽസ്, സ്വന്തം സെൽഫ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽസിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കിൻ്റെ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയും ഒരു മെൻ്റൽ ഹെൽത്ത് ഉഷാറാകുന്നതിന് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്നത് സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ മാനസികമായ അസുഖമൊന്നും ഇല്ലാത്ത അവസ്ഥ എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മാനസിക രോഗങ്ങൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മാനസികമായ അവസ്ഥ, അത് നമുക്ക് മറ്റുള്ള നമ്മുടെ പ്രശ്നങ്ങളെയും മറ്റുള്ളവരുമായി ഇടപഴകുന്ന കാര്യത്തിലും ഇമോഷണൽ ആകാതെ സെൽഫ് അവെയർനെസ്സോടുകൂടി റെസിലിയൻസ് എന്ന് പറയുന്ന പ്രതിരോധിക്കാനുള്ള കഴിവ്, എന്ത് വിമർശനങ്ങളെയും കേൾക്കാനും അതിനെ നല്ല നിലയിൽ ഇമോഷണലാകാതെ തന്നെ അതിനെ ഉൾക്കൊള്ളാനും അതിനെ നേരിടാനുള്ള കഴിവ്, അതുപോലെ തന്നെ കോപ്പിംഗ് സ്കിൽസ്,
സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന മേഖലകളിൽ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. അവിടെയൊക്കെ നമുക്ക് അതിനെ വളരെ തന്മയത്തോടുകൂടി നേരിടാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിൻ്റെ സോഷ്യൽ കണക്ഷൻസ്, സമൂഹവുമായിട്ട് നല്ല ബന്ധത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് സഹായിക്കുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത ആളുകൾ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇമോഷണൽ ആകുന്നു, അവരെ മറ്റുള്ളവരുമായിട്ട് പ്രയാസത്തിലായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ പ്രയാസമുണ്ടാക്കുന്ന തീരുമാനങ്ങളായിരിക്കും. സമൂഹത്തിനൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. സമൂഹത്തിന് എപ്പോഴും അവർ നെഗറ്റീവ് ഇമോഷൻസാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാതെ എങ്ങനെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കാമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അവയർനെസ്സാണ് ഈ ദിനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യത്തെ, വർക്ക് പ്ലേസ് ആകട്ടെ, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമുകളുമായിക്കൊണ്ട് ഈ മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം അതിനുശേഷമുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല മെൻ്റൽ ഹെൽത്ത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.